നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നഗ്നതാ പ്രദർശനം നടത്തി വീണ്ടും വിവാദത്തിലായി നടൻ വിനായകൻ. ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിച്ച വിനായകന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. നടൻ സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. നഗ്നതാ പ്രദർശനത്തിനൊപ്പം വിനായകൻ ആളുകളെ അസഭ്യം പറഞ്ഞെന്നും ആരോപണങ്ങൾ ഉയർന്നുണ്ട്. നടന്റെ സ്വന്തം ഫ്ളാറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് സൂചന. നിൽക്കുന്ന ഫ്ളാറ്റിന്റെ ഭാഗത്തു നിന്ന് എതിർവശത്തേക്ക് നോക്കി ഒരേ അസഭ്യവാക്ക് തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കേൾക്കുന്നത്. ഇതിന് പിന്നാലെ ഉടുത്തിരിക്കുന്ന മുണ്ട് അഴിഞ്ഞു പോവുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നുണ്ട്. നിലത്ത് വീണുപോകുന്ന നടൻ അവിടെ കിടന്നും തെറി വിളിക്കുന്നുണ്ട്. നടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഈ വീഡിയോ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. നടനെ മെൻഷൻ ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകളെ സ്ക്രീൻഷോട്ട് എടുത്ത് വിനായകൻ തന്നെ ഇത് സ്വന്തം പേജിലും ഷെയർ ചെയ്തു. പ്രചരിക്കുന്ന ചിത്രങ്ങളെ സ്ക്രീൻഷോട്ട് വിനായകനും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. താരത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് തന്നെയാണ് സംഭവമെന്നാണ് കരുതപ്പെടുന്നത്. അയൽവാസികളുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് താരം അസഭ്യം പറയുകയും ഉടുതുണി അഴിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പ്രചരിക്കുന്ന സംഭവങ്ങളുടെ വസ്തുത എന്തെന്ന് ഇതുവരെ വ്യക്തമല്ല. ചിത്രങ്ങളും വീഡിയോയും പ്രചരിച്ചതോടെ താരത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. മുൻപും സമാനമായ പ്രവൃത്തികളിൽ വിനായകൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും വിനായകൻ വിവാദങ്ങളിൽ അകപ്പെടാറുണ്ട്. മുൻപ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇൻഡിഗോ ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയെ പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞുവെച്ചതിന് എയർപോർട്ടിലെ തറയിൽ ഷർട്ടിടാതെ ഇരുന്ന് ജീവനക്കാരോട് ആക്രോശിക്കുന്ന വിനായകന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ CISF സുരക്ഷാ സംഘം വിനായകനെ കസ്റ്റഡിയിലെടുത്ത് എയർപോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. മറ്റൊരിക്കൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചെന്ന കേസിൽ വിനായകനെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. താരത്തിന്റെ വീട്ടിലെത്തിയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തത്. മലയാള സിനിമയിലെ ജനപ്രിയ നടന്മാരിൽ ഒരാളാണ് വിനായകൻ. ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിലേക്കുള്ള വിനായകന്റെ വളർച്ച വർഷങ്ങളിലെ കാത്തിരിപ്പിന്റെ കഠിനാധ്വാനത്തിന്റേതുമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും പ്രചോദനമായിരുന്നു വിനായകൻ. രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടത്തിലൂടെയായിരുന്നു വിനായകൻ മികച്ച നടനുള്ള പുരസ്കാരം നേടുന്നതും നായകനിലേക്ക് എത്തുന്നതും. തെക്ക് വടക്ക് ആണ് വിനായകന്റേതായി പോയ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമ. നേരത്തെ ജയിലറിലെ വില്ലൻ വേഷത്തിലൂടെ തമിഴിലും കയ്യടി നേടിയിരുന്നു. കരിന്തണ്ടൻ ഉൾപ്പെടെയുള്ള സിനിമകൾ വിനായകന്റേതായി അണിയറയിലുണ്ട്. കൽപ്പാത്തി ശിവക്ഷേത്രത്തിലും ബഹളമുണ്ടാക്കി നടൻ വിനായകൻ വിവാദത്തിൽ അകപ്പെട്ടിരുന്നു. ക്ഷേത്രനട അടച്ച സമയത്ത് അകത്ത് കയറണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിനായകൻ ബഹളമുണ്ടാക്കിയത്. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നേരെ ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്നു വിനായകൻ. കൽപ്പാത്തി ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് എത്തിയ താരം നട അടച്ച സമയത്ത് അകത്ത് കയറണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഈ സമയത്ത് സാധ്യമല്ലെന്നറിയിച്ച നാട്ടുകാരെ നടൻ അസഭ്യം പറയുകയായിരുന്നു. നേരത്തെ മറ്റൊരു ദിവസം ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നതായും തിരക്ക് കാരണം ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കാതെ പോയെന്നുമായിരുന്നു വിനായകന്റെ വിശദീകരണം. അതുകൊണ്ടാണ് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് വന്നതെന്നും നടൻ വാദിച്ചു. വിനായകനെ അർദ്ധരാത്രി ക്ഷേത്രത്തിൽ കയറ്റാതിരുന്ന സംഭവത്തെ ജാതി വിവേചനമായി ചിത്രീകരിക്കാൻ ഒരു വശത്ത് ശ്രമം നടന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.